ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേബിളിൻ്റെ ചുറ്റിനിരിക്കുന്ന ആൾക്കാർ കാണുകയാണെങ്കിൽ ആകെ 13 പേര് ബാലൻസ് ഉള്ളൂ. 13 ബാലൻസ് ഉള്ളൂ. ഇനി അവർക്ക് ദിവസങ്ങളില്ല. ഈ ആഴ്ചയിൽ 2 പേര് പോകണം എന്നാണ്, പറ്റുമെന്നാണ് കാരണം. പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാലൻസ് ഉള്ളത് 13 പിന്നെ 11 പേരുള്ളൂ. 11 പേര് പോയാൽ അതിൻ്റെ അടുത്ത ആഴ്ച നെക്സ്റ്റ് കമ്മിങ് വീക്കിൽ ഒരു മിഡ് എവിക്ഷൻ ചെയ്തേ പറ്റൂ. കാരണം ദിവസങ്ങൾ ഇന്ന് 74 ഡേ ആയി, നാളേക്ക് 75, അതായത് 75-ാം ദിവസം. ഇനി ബാക്കി പിന്നെ 25 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ ആഴ്ചയിൽ 2 എവിക്ഷൻ, പിന്നെ അടുത്ത ആഴ്ചയിൽ മിഡ് വീക്ക് എവിക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച 2 പേര് കമ്മിയാക്കുമ്പോഴാണ് അതിൻ്റെ നെക്സ്റ്റ് വീക്കിലേക്ക് ഇവർക്ക് ബാലൻസ് വരുന്നത് 9 പേര്. പിന്നെ ആ 9 പേര് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആഴ്ചയിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിഗ് ബോസിന് വേണമെങ്കിൽ ഒരു പെട്ടി വയ്ക്കുക, പണപ്പെട്ടി വയ്ക്കുമ്പോൾ അവിടുന്ന് ഒരാൾ കമ്മിയാവും, അപ്പോൾ 8 പിന്നെ ഒരു എവിക്ഷൻ വയ്ക്കുന്നെങ്കിൽ പിന്നെ 7 പിന്നെ ആ 7 പേരെ നിലനിർത്തിക്കൊണ്ട് പിന്നെ അവർക്ക് ഒരു കളി കളിക്കാം, ടാസ്കിന് കളി കളിക്കാം ഫൈനൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കാരണം. നമ്മുടെ കഴിഞ്ഞ സീസണിലും അങ്ങനെയാണ് വന്നത്. ലാസ്റ്റ് ഒരു 10-20 ദിവസം ബാലൻസ് ആകുമ്പോൾ അവർ അത്രയും പേര്, കാരണം അതുവരെയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു, ഒരു 10-13 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇത് കറക്റ്റ് ടൈമാണ്, അതായത് ഈ സമയം ഇപ്പോൾ 13 പേരുള്ളൂ. ഇനി നമ്മളിപ്പോൾ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പ്രേക്ഷക വിധി പ്രകാരം പോകേണ്ടത് ഏറ്റവും ലാസ്റ്റിൽ ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് അപ്സരയാണ്. നാച്ചുറലി അപ്സര തന്നെയാണ്. പിന്നെ അപ്സരയും പിന്നെ ശ്രീതും നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ പിന്നെ പോകുന്നത് ഋഷിയാണ്. അപ്പോൾ ഋഷി കഴിഞ്ഞാൽ പിന്നെ എന്താ? പക്ഷേ ഇപ്പോൾ ആക്ച്വലി അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ 3 പേര് പോയാലും പിന്നെ നിൽക്കുന്ന ആൾക്കാർ പിന്നെ ബാലൻസ് ഉള്ള അവർ ഇതിലേക്ക് വരണം. എവിക്ഷനിലേക്ക് വന്നാൽ മാത്രമേ, എവിക്ഷൻ നോമിനേഷൻ ആയാൽ മാത്രമേ. ഇപ്പോൾ നോറയുണ്ട്, അതേപോലെ ഇവരെക്കാട്ടിൽ എത്രയോ വീക്കാണ് നോറയുണ്ട്, അതേപോലെ നന്ദനൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പോകേണ്ട ആളാണ്. പക്ഷേ നന്ദന പോകുന്നില്ലോ. അപ്പോൾ അവർ ഇതിൽ വരണം, എവിക്ഷനിൽ വരണം, നെക്സ്റ്റ് എവിക്ഷൻ വരണം. അപ്പോൾ ഈ എവിക്ഷൻ ഈ ആഴ്ചയോടെ ക്ലിയർ ആവും, എന്നാലേ ഇവരൊക്കെ പോകാൻ പറ്റും, ഇവരൊക്കെ പുറത്താക്കാൻ പറ്റും. അപ്പോൾ അവർ കാരണം ഇവർ ഈ ഗ്രൂപ്പിസം സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയണ്ടേ ഏറ്റവും വീക്ക് ആളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ അറിയാം ആരാണ് പോകുന്നത്. അപ്പോൾ അപ്സര സ്വയം പറയണ്ടേ എനിക്ക് ചിലപ്പോൾ ഞാനായിരിക്കും പോകുന്നത്. അപ്പോൾ അവർക്ക് അറിയാം ഇത്ര ആരൊക്കെ പുറത്ത് പോകാനുള്ളത്, നെക്സ്റ്റ് ആരൊക്കെ എന്നുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടി കിട്ടിയ സംഭവങ്ങൾ, ആരാ നെക്സ്റ്റ് പോകാമെന്ന്. എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ സ്ഥിതി, അതായത് നിലവാരം. അങ്ങനെ എവിക്റ്റായി പോകാനുള്ള സാധ്യത ആൾക്കാർ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആ സീനിയാറ്റിൽ വരിക. അപ്പോൾ ആദ്യം അപ്സര പോകും, പിന്നെ വന്നിട്ട് ശ്രീതു പോവും, പിന്നെ ഋഷി. ടിക്കറ്റ് ടു ഫിലാനയുടെ ഗെയിം നിലവാരം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഗ്രൂപ്പ് ടാസ്ക്കാണ് നടന്നുകൊണ്ടെങ്കിൽ ഇനിയും ഇൻഡിവിജ്വൽ ഗെയിമിലേക്ക് എത്തിയില്ല. കാരണം ഇൻഡിവിജ്വൽ പോയിൻറ്റ്സ് വരണം. എന്നാൽ ടിക്കറ്റ് ഫൈനലിൽ 5 പേര്, ഫൈനലിൽ 5 അല്ലെങ്കിൽ 7 പേര് വീഴുമ്പോൾ ആരെയാണ് ഫിൽറ്റർ ചെയ്യേണ്ടത്, ആരെയാണ് ലാസ്റ്റ് ഫൈനലിലേക്ക്, പിന്നെ ഫൈനൽ 3ലേക്ക് നിർത്തേണ്ടതെന്നൊക്കെ അതൊക്കെ തീരുമാനിക്കുന്നത് ഇൻഡിവിജ്വൽ പോയിൻറ്റ്സ് വരുമ്പോഴാണ്. അപ്പോൾ ഇപ്പോഴും ഈ ഗ്രൂപ്പ് ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഗ്രൂപ്പിൻ്റെ ടാസ്ക് നിലവാരം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സുമായി നെസ്റ്റ് 19 പോയിൻറ്റ്, പിന്നെ ടണൽ 15 പോയിൻറ്റ്, പിന്നെ 12 പോയിൻറ്റുമായി ഡെൻ, പിന്നെ ഏറ്റവും ലാസ്റ്റ് പീപ്പിൾസ് പോയിൻറ്റ് വന്നിട്ട് 7. സോ ഏറ്റവും ലാസ്റ്റ് 7 നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അതൊന്നും പറയാൻ പറ്റില്ല വ്യക്തിപരമായിട്ട്.